എനിക്ക് തോന്നുന്ന ആ പേജ് പൂട്ടിപ്പോകാനുള്ള കാരണം അതിന്റെ താഴെ പോയി മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കമന്റ് ഇട്ടു. അദ്ദേഹം കമന്റ് ഇട്ടപ്പോ തന്നെ ഡിം എന്ന് പറഞ്ഞ് തീർന്നു പോയതാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം എവിടെ ഇടപെട്ടാലും ഇതാണ് സംഭവിക്കുക. അതിന് ഞങ്ങളുടെ മക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഇവർക്ക് തൃപ്തിയില്ലെങ്കിൽ ഇവർ ഞങ്ങളോട് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്താ ചെയ്ത്? ഇവര് ഈ മഴക്കാര് കാണുമ്പോൾ വി ഡി സതീശനെയും കേരളത്തിലെ UDF സർക്കാരിനെയും കോൺഗ്രസിനെയും കുറ്റം പറയാതെ നിങ്ങൾ ആ ജെമിനിയോട് ചോദിക്കുന്നേ. കഴിഞ്ഞ ദിവസം ആധികാരികമായിട്ട് ജെമിനിയോട് ചോദിച്ച് കാര്യങ്ങൾ കണ്ടെത്തി തന്നില്ലേ തോമസ് ഐസക്? ഇനി ജെമിനിയോട് ചോദിക്കാനായിട്ടുള്ള അറിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ചോദിച്ച് മറുപടി തരും. ഇൻസ്റ്റഗ്രാം പൂട്ടും, മെറ്റ പൂട്ടും, ഫേസ്ബുക്ക് പൂട്ടും, യൂട്യൂബ് പൂട്ടും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ അവരുടേതായ പോളിസികളുണ്ട്. ആ പോളിസികൾ കൃത്യമായ ഇന്റർവെല്ലുകളിൽ അവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പോളിസികൾക്ക് എതിരായി കഴിഞ്ഞാൽ അത് അവരുടെ എസ്പെഷ്യലി ഇപ്പോൾ ഈ മെറ്റ ഏറ്റവും അധികം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവർ എല്ലാം ഈ പറയുന്ന അവരുടെ എന്താ പറയേണ്ടത് പോളിസികളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകൾ ഇത് നിരന്തരമായിട്ട്, അതും എസ്പെഷ്യലി പെട്ടെന്നൊരു വീഡിയോ വൈറലാകുമ്പോൾ ആ അക്കൗണ്ട് ശ്രദ്ധിക്കപ്പെടും, അത് പൂട്ടും. അതിന് സതീശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ നമുക്ക് എന്തൊരു മനുഷ്യരാണെന്ന് നോക്കിയല്ലേ. കാലഘട്ടം മാറിയില്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നിങ്ങളോട്, കേരളത്തിൽ ഇപ്പൊ ഒരു 100 വീടുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഒരാളെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുണ്ടാകും. പറയുന്നത് ഈ മേഖലയെക്കുറിച്ച് ഇത്രമാത്രം വിവരങ്ങളും ഇതിൻ്റെ പോളിസികളെ കുറിച്ച് ഇതിൻ്റെ വരും വരായികളെ കുറിച്ച് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മളൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നു സോഷ്യൽ മീഡിയയിൽ. അതിലൊരു എന്താ പറയണ്ടേ, ഒരു കുട്ടിയുടെ കരച്ചിലുണ്ടെങ്കിൽ പോലും കോപ്പിറൈറ്റ് വരുന്ന പോളിസികളാണുള്ളത് അല്ലേ. ഇപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾക്ക് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരിടത്ത് 13 വയസ്സിന് താഴെയുള്ള ആളുകളുടെ അക്കൗണ്ടുകൾക്ക് പോലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓൾറെഡി. അങ്ങനത്തെ അക്കൗണ്ടുകൾ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്ട്രിക്ഷൻസുകൾ ഉണ്ടാവും. ഇതിപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ പ്ലാറ്റ്ഫോമുകളുടെ പോളിസികളുടെ ഭാഗമായിട്ടാണ് എന്നൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല. മാക്സിമം ഈ പറയുന്ന എന്താ പറയേണ്ടത് റിയാസും KK ശൈലജയും പിണറായി വിജയനും പിന്നെ ഈ ജിൻഡോ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മാൻഡ്രേക്ക് ശാപം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, മാൻഡ്രേക്ക് എഫക്റ്റ്. അത് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ പിണറായി വിജയൻ ഈ ക്ലിഫ് ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്രയും ദുശകുനങ്ങളാണ്. ഇനി അതുമാത്രമല്ല, 2020 ഈ കഴിഞ്ഞ 2020 വേൾഡ് കപ്പ്, ആ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ ജേതാക്കളാക്കാൻ വേണ്ടി എല്ലാ പണിയും എടുത്ത അതിൻ്റെ മുഖ്യ ശില്പി സഞ്ജു സാംസൺ, അവിടെ അത്രയും ഫോമിൽ അത്രയും ഒരു ടീമിനെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത സഞ്ജു സാംസൺ വേൾഡ് കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഈ പറയുന്ന പിണറായി വിജയൻ വിളിച്ച് അഭിനന്ദിക്കുന്നു. ടീം തീർന്ന് കഴിഞ്ഞ IPL വേൾഡ് കപ്പ് കഴിഞ്ഞ IPL അത്രയും മഹാ ഫോമിലുണ്ടായ ഒരു വ്യക്തി IPL എത്തുമ്പോൾ ഫോം ഔട്ടായി. എനിക്ക് കുറച്ച് ദിവസം കുറച്ച് ബാക്കോട്ട് പോയാൽ പിണറായി വിജയൻ വെള്ളരിപ്രാവിനെ പറത്തിവിട്ടത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ പ്രാവിന് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ ഈ മാൻഡ്രേക്ക് ശാപം അതുള്ളതാ. പിണറായി വിജയൻ വന്നിട്ട് ഈ പറയുന്ന കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തിനാ ചെങ്ങാതി വന്നിട്ട് കമന്റ് ഇട്ട് അതോടെ തീർന്ന്. എന്തൊരു കഷ്ടാണെന്ന് നോക്കണോ. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പോളിസികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പുതിയ പോളിസി വന്നത്. ആ പോളിസി നമ്മൾ
എഗ്രി ചെയ്ത് ആ പോളിസി അനുസരിച്ച് മാത്രം കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്തവർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ അടക്കം ഡിസേബിൾ ആകുന്ന ഘട്ടമുണ്ട്. ഈ കണ്ടന്റ് റിമൂവ് ആകുക അല്ലെങ്കിൽ അക്കൗണ്ട് റിമൂവ് ആകുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു ഭാഗത്ത് കണ്ടന്റുകൾ ഈ മോണിറ്റൈസേഷൻ പോലും ഡിസേബിൾ ആകുന്ന ഘട്ടം പോലും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നിരന്തരമായിട്ട് സംഭവിക്കുന്നതാ. അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട്, കണ്ടന്റ് റിമൂവ് ആകുന്നുണ്ട്, മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് ആവുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും അറിയാത്ത ആളുകളൊന്നല്ല. പിന്നെ എന്താണ് പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പൊ കേരളത്തിൽ പറയാൻ ആകെ എന്താ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടിയാളെ ചാനൽ പൂട്ടി എന്നുള്ളതാണ്. ഇതിനിപ്പോ ഈ കുട്ടിയാളെ ചാനൽ പൂട്ടുന്നത് ആദ്യമായിട്ടാണോ? അല്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ കുട്ടിയാളെ ചാനൽ പൂട്ടുന്ന പരിപാടി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. 2023 ഇതുപോലെ ഒരു വൈറലായ കാസർഗോഡുകാരൻ ഒരു കുട്ടിയുടെ ഒരു അക്കൗണ്ട് വൈറലായി നേരെ പിറ്റേ ദിവസം പൂട്ടി 2023. അപ്പോൾ ഇതൊക്കെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന ഇതൊക്കെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളവരാണല്ലോ ഈ ജന്തർ മന്ദറിലേക്ക് എത്തിയത്. അപ്പോൾ അന്ന് വരെ സോഷ്യൽ മീഡിയയിലുള്ള ഈ ജെൻസി തലമുറകളെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അരാഷ്ട്രീയവാദികളെന്നാ. അപ്പം അതുപോലെയാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെയും KK ശൈലജയുടെയൊക്കെ തള്ളു കണ്ട നമ്മളെന്താ വിചാരിക്കുന്നറിയോ? ഈ കുട്ടിയാക്കൊന്നും അറിയില്ല, ഈ കുട്ടിയാക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ വെറ്റകളാണെന്ന്. ഇത് എവിടെ നിന്നാ ചോദിച്ചാൽ ഇതൊരു ഗതികേടാണ്. മനസ്സിലായില്ലേ? ആ ഗതികേട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനും കൂട്ടർക്കും ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാനൊന്നുമില്ല എന്നുള്ളതാ. എന്നിട്ട് ഇപ്പം ഇന്നലൊക്കെ ഞാൻ റിയാസിൻ്റെ ഒക്കെ ഡയലോഗേ, നിങ്ങൾക്ക് അക്കൗണ്ട് പൂട്ടിക്കാം, മറ്റവർക്ക് മറ്റേ KK ശൈലജയുടേത് വസന്തം വരാതിരിക്കില്ല, എന്താ പറയുന്ന ഭയങ്കര ഡയലോഗുകൾക്കൊരു കുറവുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിലോ 8 നിലയിൽ പൊട്ടിയിട്ട് മൂലക്കിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ. ആകെ ഇനി കേരളത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, വലിയ ഈ മാസ് ഡയലോഗൊക്കെ അടിക്കുക, അതൊക്കെ ഇപ്പോൾ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും വിഷയത്തിൽ മാസ് ഡയലോഗ് അടിക്കാൻ പറ്റുമോ? അടിച്ചാൽ തീർന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ നിരന്തരമായിട്ട് വിഷയദാരിദ്ര്യം ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനും കൂട്ടരും നേരിട്ടുകൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രതിസന്ധിയാണ്. രാഷ്ട്രീയത്തിൽ ഈ വിഷയം ഈ കണ്ടന്റ് അതൊരു ഇല്ലാതെയാവുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം രാഷ്ട്രീയക്കാരന് എല്ലാ ദിവസവും പുതിയ പുതിയ കണ്ടന്റുകൾ വേണം. അതും ഈ പറയുന്ന മറ്റൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആകപ്പാടെ ഈ സർക്കാരിനെ വിമർശിക്കാൻ എന്തെങ്കിലും പണി കിട്ടുമെന്ന് നോക്കുന്ന വിഷയം കിട്ടുമെന്ന്, അതില്ലാതെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്, എന്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടോ, സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊണ്ട് എന്താ ഉപകാരമുള്ളത്? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊണ്ടുള്ള ആകെയുള്ള ഉപകാരം, ആ അക്കൗണ്ട് അത് ആരുടേതാണോ ആ വ്യക്തിക്ക് അത് മോണിറ്റൈസ്ഡ് ആണെങ്കിൽ അവന് വരുമാനമുണ്ട്. അല്ലാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊണ്ട് എന്ത് തൊലിക്കാനാ? ഒരു മാങ്ങാത്തൊലി ഉണ്ടാക്കാനില്ല, ഒന്നും ഉണ്ടാക്കാനില്ല. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന സഖാക്കള് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശനെ നുണേശൻ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായേ വെച്ചാൽ സതീശൻ 102 സീറ്റേറ്റും ക്ലിഫ് ഹൗസിലേക്കും അവിടെ ഇരുന്ന വ്യക്തി തെരുവിലേക്കും ഇറങ്ങേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതൊരു മോണിറ്റൈസ്ഡ് അക്കൗണ്ടാണോ? ആ അക്കൗണ്ട് അത് ആരുടേതാണോ അവൻ അതിന് വരുമാനമുണ്ട്. അതല്ലേ, ഒരു മണ്ണാങ്കട്ടിയുമില്ല. വെരി സിമ്പിൾ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലോജിക്ക്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കുട്ടികളെ അക്കൗണ്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തുണ്ടാക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 13 വയസ്സിൽ താഴെ, ഇതിപ്പോൾ 13 വയസ്സിൽ താഴെ മാത്രം അങ്ങനെ ഒരു പോളിസി മാത്രമൊന്നുമല്ല കേട്ടോ. ഈ പറയുന്ന മെറ്റക്കാവട്ടെ, യൂട്യൂബിനാവട്ടെ, ഫേസ്ബുക്കിനാവട്ടെ, ഇൻസ്റ്റഗ്രാമിനാവട്ടെ, എല്ലാവർക്കും അവരുടേതായ കൃത്യമായ പോളിസികളുണ്ട്. ആ പോളിസികൾക്കൊപ്പം രാജ്യത്തെ ഓരോ രാജ്യത്തെയും ഗവൺമെൻറ്റുകളുടെ പോളിസികളും അതിന് കൂടാതെയുണ്ട്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ പോളിസികൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഒരു നാൾ പിടിക്കപ്പെടും, അന്ന് അക്കൗണ്ട് ഡിസേബിൾ ആകും. അങ്ങനെ അക്കൗണ്ട് ഡിസേബിൾ ആയിട്ടുള്ള ഒരുപാട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളത്. ഇതിപ്പോൾ ഒരു 20 ലക്ഷം കാഴ്ചക്കാരുള്ള ഒരു വീഡിയോ വന്ന് ഒരു വൈറലായി എന്നല്ല, മില്യൺ ഫോളോവേഴ്സ് ഉള്ള, ഇടുന്ന വീഡിയോകൾക്കെല്ലാം മില്യൺ കണക്കിന് വ്യൂസ് വരുന്ന എത്ര അക്കൗണ്ടുകൾ ദിനം പ്രതി പൂട്ടിപ്പോകുന്നുണ്ടെന്നറിയോ? ഇനിയിപ്പോൾ ഞാനൊന്നും പറയണ്ട. ഇപ്പം ഇന്നിപ്പോൾ ഒരു കേട്ടൊരു വാർത്തയാണ്, നമ്മളോട് ഒരു കൂട്ടുകാരൻ വ്യക്തി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഇപ്പം നോക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ആളുടെ ആ അക്കൗണ്ട് പൂട്ടി. ഇൻസ്റ്റഗ്രാം വഴി അക്കൗണ്ടിലൂടെ ഓൺലൈൻ ബിസിനസ് നടത്തുകയാണ്. ഇന്നലെ വൈകുന്നേരം അക്കൗണ്ട് ബ്ലോക്കായി. അപ്പം ഇതൊക്കെ നിരന്തരം മില്യൺ വ്യൂസ്, ഏതെങ്കിലും ഒരു വീഡിയോക്ക് മില്യൺ വ്യൂസ് അല്ല, അക്കൗണ്ടിന് തന്നെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള, ഇടുന്ന വീഡിയോകൾക്കെല്ലാം മില്യൺ കണക്കിന് വ്യൂസ് വരുന്ന അക്കൗണ്ടുകൾ നിരന്തരം പൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ പോളിസി എന്ന് പറയുന്നത്, ഈ പറയുന്ന ഗവൺമെൻറ് പറയുന്ന പോളിസികൾ ഓൾറെഡി എല്ലാ രാജ്യത്തും ഉണ്ട്. അതിന് പുറമെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടേതായ പോളിസികളുണ്ട്. അതിന് വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട് അന്ന് തന്നെ വരില്ല, അത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചിലപ്പം കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് കോപ്പിറൈറ്റ് സ്കാനൊക്കെ കഴിഞ്ഞ് അത് നോ ഇഷ്യൂ ഒക്കെ വന്ന് നേരെ മുന്നോട്ട് പോയി, ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതേ നോ ഇഷ്യൂ എന്ന് പറഞ്ഞ അതേ കണ്ടന്റിന് ദിവസങ്ങൾ കഴിയുമ്പോൾ കോപ്പിറൈറ്റ് സ്കാൻ അടിക്കും, കോപ്പിറൈറ്റ് വരും. ദിവസങ്ങൾക്ക് ശേഷം കണ്ടന്റൊക്കെ അപ്ലോഡായി വ്യൂസൊക്കെ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്ന കോപ്പിറൈറ്റ് വരും. അങ്ങനെ പല രീതിയിലുള്ള പോളിസികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഇതൊന്നും കേരളത്തിന് അറിയില്ല എന്ന് മാത്രം ഈ പറയുന്ന റിയാസോ അല്ലെങ്കിൽ KK ശൈലജയോ ഒന്നും വിചാരിക്കരുത്, അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയെക്കുറിച്ച് ദയവ് ചെയ്ത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ടത്തരം അത് ഈ പറയുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് മാത്രം പറയരുത്, ദയവ് ചെയ്തിട്ട്. ഒരപേക്ഷയാണ്, അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ.